ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് മെലാസ്റ്റോമയാണ്. മെലാസ്റ്റോമ മലബാത്രികം എന്നാണ് ഈ ചെടിയുടെ യഥാർത്ഥ പേര്. ഇൻഡോമലയ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഈ ചെടിയുടെ ജന്മദേശം. സാധാരണയായി 100 മീറ്ററിനും 2800 മീറ്ററിനും ഇടയിലുള്ള ഉയരത്തിൽ പുൽമേടുകളിലും വിരളമായ വനപ്രദേശങ്ങളിലുമൊക്കെയാണ് ഈ ചെടി പ്രധാനമായും കണ്ടുവരുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ പല വീടുകളിലും ഈ ചെടി നിറയെ പൂത്തുലഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. കാര്യമായ പരിചരണങ്ങളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടുകളിലും ഈ ചെടി വളർത്തിയെടുക്കാൻ കഴിയും. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇത് ഒരു ഔഷധ സസ്യമായിട്ട് ഉപയോഗിച്ചു വരുന്നു. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇത് ഒരു ദോഷകരമായ കളയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്റർ ഉയരത്തിൽ വരെ വിശാലമായ മണ്ണിൽ വളരാൻ കഴിവുള്ള ഒരു ചെടിയാണിത്. ഏകദേശം 3 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന സ്വതന്ത്രമായി പൂക്കുന്ന ഒരു കുറ്റിച്ചെടി കൂടിയാണ്. ചെടി ശാഖകളുള്ളതും ചുവന്ന നിറത്തിലുള്ള തണ്ടുകളോട് കൂടിയതുമായ ഒരു ചെടിയാണിത്. 2 മുതൽ 8 സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ള ചെറിയ ടെർമിനൽ സൈമുകളിൽ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു കാണാം. നെടുമങ്ങാട് മുതലായ സ്ഥലങ്ങളിൽ ഈ ചെടിയെ കദളി എന്നും, മലബാറിൽ അതിരാണി എന്നും, മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് കലംപൊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. കലത്തിൻ്റെ ആകൃതിയിലുള്ള കായ്കൾ പഴുത്തു മൂക്കുമ്പോൾ പൊട്ടിപ്പിളർക്കുന്നതിനാലാണ് ഈ പേര് വന്നിരിക്കുന്നത്. കൂടാതെ തൊടുകാര, തോട്ടുകാര എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. എല്ലാ കാലത്തും പുഷ്പിക്കുന്ന ഈ ചെടിയുടെ ഇലകൾ അറ്റം കൂർത്ത ദീർഘവൃത്താകൃതിയിലുള്ളതാണ്. 5 ഇതളുകളോടുകൂടിയ പൂക്കളാണ് ഇതിനകത്ത് കണ്ടുവരുന്നത്. ഈ ചെടി നമ്മളെപ്പോഴും മണ്ണിൽ നടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം ഇത് ഒരുപാട് വലുതായി വരുന്നൊരു ചെടിയാണ്. നമ്മൾ പോട്ടിനകത്തൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ ആ പോട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ വേരുകളെല്ലാം ആ പോട്ടിനകത്ത് തിങ്ങി നിറഞ്ഞിട്ട് അതിന് വളരാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. നമ്മുടെ എല്ലാം പൂന്തോട്ടത്തിൻ്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ഇതേപോലെ ഈ ചെടി നിലത്ത് നട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ ഇതേപോലെ വലിയൊരു പൂമരമായിട്ട് തന്നെ കാണാൻ കഴിയും. ഇനി മുറ്റത്തെല്ലാം നടാൻ സ്ഥലമില്ലാത്തവർ ഇതിനെ വലിയൊരു പോട്ടിനകത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നന്നായി കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. അധികം മൂക്കാത്ത തണ്ടുകളും കട്ട് ചെയ്ത് വെച്ചും നമ്മുടെ വീട്ടിലും നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായി കഴിയും. എല്ലാ സമയങ്ങളിലും ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകുമെങ്കിലും സമ്മർ സീസണിലും വിൻ്റർ സീസണിലുമാണ് ഈ ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നത്. ദിവസം ഒരു തവണ മാത്രം നമ്മൾ ഈ ചെടിക്ക് നനന കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് യാതൊരു തരം വളങ്ങളും ഈ ചെടിക്ക് ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ളതും നമ്മുടെ വീടുകളിലുള്ളതുമായിട്ടുള്ള ഏത് വളവും ഈ ചെടിക്ക് ഉപയോഗിക്കാം. കൂടാതെ ഈ ചെടിക്ക് കാര്യമായ അസുഖങ്ങളൊന്നും വരില്ലെങ്കിലും വലിയ പുഴുക്കൾ ഈ ചെടിയിൽ കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ കീടനിയന്ത്രണത്തിനുള്ള മരുന്നുകൾ ഏതെങ്കിലും ഈ ചെടിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.